ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ HPC അല്ലെ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. അത്യാവശ്യം ലാർജ് വേക്കൻസീസ് ഉള്ള ഒരു പോസ്റ്റിലേക്കാണ് വിളിച്ചേക്കുന്നത്. 5-ാം തീയതിയാണ് ഇതിന്റെ അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ട് 30 ജൂൺ 2024. നിങ്ങൾക്ക് HPCയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 93 വേക്കൻസീസ് ആണ് ഉള്ളത് കേട്ടോ. നല്ല പേ സ്കെയിലാണ് വരുന്നത്. ഏകദേശം CTC 16 ലാഖിന്റെ അടുത്തോ മറ്റോ ആണ് അതിന്റെ പേ സ്കെയിൽ വരുന്നത്. അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പോവാം. അതേപോലെ ഇതിൽ മെക്കാനിക്കലിന് 93 വേക്കൻസിന് 25 മാക്സിമം ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോ ബേസിക്കലി എന്താ കോമ്പറ്റീഷൻ അവിടെ കുറയുന്നുണ്ടോ? മാക്സിമം ഏജ് ലിമിറ്റ് 25 ആയതുകൊണ്ട് 21 തൊട്ട് 25 വയസ്സ് വരെയുള്ളവരായിരിക്കും ഉണ്ടാവുക. പിന്നെ കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ടാവും. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ. എക്സ്പീരിയൻസ് ആവശ്യമില്ല. ഇലക്ട്രിക്കലിന്റെ കേസിൽ 43 വേക്കൻസീസ് ആണ് ഉള്ളത്. 25 വയസ്സ് തന്നെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ബിടെക്കിന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. 5 വേക്കൻസി ആണ് ഉള്ളത്. ബിടെക് ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗിൽ 10 വേക്കൻസി ഉണ്ട്. അതേപോലെ കെമിക്കൽ എഞ്ചിനീയറിംഗ് 7 വേക്കൻസി ആണ് ഉള്ളത്. മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞത് 25 തന്നെയാണ് ഉള്ളത്. ഓക്കെ, പിന്നെയുള്ളതൊക്കെ എന്താ എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റുകളാണ്. ഓക്കെ, അതുപോലെ മാനേജർ ടെക്നിക്കൽ ഉണ്ട്. അതിന് എന്താ എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റാണ്. അപ്പൊ എക്സ്പീരിയൻസ് ആവശ്യമുള്ള പോസ്റ്റ് നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഇതില് നമ്മുടെ പോസ്റ്റ് പറഞ്ഞ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് എന്നുള്ള രീതിയിലാണ് വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ അതില് എഞ്ചിനീയറിംഗ് സ്ട്രീം മെക്കാനിക്കൽ ആൻഡ് പ്രൊഡക്ഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഇൻസ്ട്രുമെന്റേഷൻ കൺട്രോൾ, ഇൻസ്ട്രുമെന്റേഷൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, സിവിൽ തന്നെ വരുന്നുള്ളൂ. പിന്നെ കെമിക്കൽ, പെട്രോൾ റിഫൈനിങ്, പെട്രോൾ കെമിക്കലുണ്ട്. പെട്രോളിയം റീഫൈനിങ് ഒക്കെ എന്താ ഒരു കെമിക്കലില് വരുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതില് നമുക്ക് പേ സ്കെയിലിന്റെ കാര്യം പറയാം. അതേപോലെ എക്സാം പാറ്റേണിന്റെ കാര്യമൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിലിപ്പം സെലക്ഷൻ പ്രോസസ് ഷുഡ് കംപ്രൈസ് ഓഫ് വേരിയസ് ഷോർട്ട് ലിസ്റ്റിംഗ് പ്രോസസ് ആൻഡ് സെലക്ഷൻ ടൂൾസിലേക്ക് CBT ഉണ്ടാവും. പിന്നെ ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും. പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ടാവും. ഇതിന്റെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ സെലക്ഷൻ ഉണ്ടാവുക. അപ്പോ നിങ്ങളിപ്പം ഇത് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ കമ്പ്യൂട്ടർ ബേസ്ഡ് CBTക്ക് വിളിക്കുന്നുണ്ടാവും. അപ്പോ CBT എവിടെയാണെന്നെല്ലാവരും നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ അവിടെ സെന്റർ ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പൊ ഇതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ടെക്നിക്കൽ നോളജ് ഉണ്ട്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ്, അതായത് ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതേപോലെ ടെക്നിക്കൽ ഇപ്പം ബിടെക് ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആണ് മെക്കാനിക്കൽ, സിവിൽ ആണെങ്കിൽ സിവിൽ. ഓക്കെ, പിന്നെന്താ നമ്മൾ ആ ഒരു റേഷ്യോ 1:5 ആയിരിക്കും ഉണ്ടാവാന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ 1:10 ആയിരിക്കും. 1:10 എന്താ അവര് എക്സാമിന് ക്വാളിഫൈ ചെയ്യുന്നവരെ ഗ്രൂപ്പ് ഡിസ്കഷന് വേണ്ടി വിളിക്കുന്നുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് 1:5 ചിലപ്പോൾ പേഴ്സണൽ ഇന്റർവ്യൂലേക്ക് വിളിക്കും. അല്ലെങ്കിൽ 1:5 നേരെ 1:3 അവർ മാറ്റുന്നുണ്ടാവും. നമുക്ക് അതെങ്ങനെയാണെന്ന് എല്ലാവരും ഇവിടെ അവർ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, CBT ഉണ്ടാവും, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഗ്രൂപ്പ് ടാസ്ക് ഉണ്ടാവും, പിന്നെ പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്താ ആ കംപ്ലീറ്റിന് ബേസ് ആയിട്ടായിരിക്കും എന്താ നിങ്ങളുടെ പേ സ്കെയിൽ ഇതുണ്ടാവുക, അതായത് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഇതിലിപ്പം പറഞ്ഞു 17.33 ലാഖാണ് CTC കോസ്റ്റ് കമ്പനി വരുന്നുണ്ടാവുക. ഓക്കെ, 17.33 എന്ന് പറഞ്ഞാൽ നല്ല പാക്കേജ് ആണല്ലേ, നല്ലൊരു പാക്കേജ് തന്നെയാണ്. ഓക്കെ, പിന്നെ എന്താ പ്ലേസ്മെന്റ് പോസ്റ്റിംഗ് എവിടെ വേണമെങ്കിലും എന്താ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊബേഷനും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, പിന്നെ റിസർവേഷനും കൺസെഷനും അതേപോലെ റിലാക്സേഷനും കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അതേപോലെ അവിടെ വേക്കൻസീസിന്റെ ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, 50,000 ബേസിക്കലി വരുമ്പോൾ 30, 17, 45, 19, 85 എന്നുള്ള രീതിയിലായിരിക്കും വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ അവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോ മെയിൻ ആയിട്ട് ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അവർ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5 ഇയേഴ്സ് ആണ് SC ST കാൻഡിഡേറ്റ്സിന്റെ കേസിൽ, 3 വർഷമാണ് OBC നോൺ ക്രീമിലെയർ കാൻഡിഡേറ്റ്സിന്റെ കേസിൽ, 10 വർഷമാണ് PWBD കാൻഡിഡേറ്റ്സിന്റെ കേസിൽ. ഓക്കെ, അപ്പോ ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോ നിങ്ങൾ എന്ത് ജസ്റ്റ് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് അതിലുണ്ടാവും. അപ്ലിക്കേഷൻ പ്രോസസ് പറഞ്ഞാൽ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 30 ജൂൺ ആണ്. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 1000 രൂപയും GST ആണ് അല്ലേ. ഓക്കെ, യു ആർ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന്റെ കേസിൽ 1180 പ്ലസ് റീഫണ്ട് പേയ്മെന്റ് ഗേറ്റ് വേ ചാർജസ് 1000 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ. 18% GST ആണ്, 1180. പിന്നെ പേയ്മെന്റ് ഗേറ്റ് വേ ചാർജസ്.
അപ്പോൾ 30 ജൂണിന് മുന്നേ എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ടെക്നിക്കലും ഉണ്ടാവും, അതേപോലെ നോൺ ടെക്നിക്കലില് ആപ്റ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെയാണ് എന്ത് സിലബസിൽ ഉണ്ടാവുക. ഡീറ്റെയിൽ സിലബസും കാര്യങ്ങളൊന്നും അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.